നമഃശിവായ. അമ്മയുടെ ജന്മദിന സന്ദേശം 2000 സെപ്റ്റംബർ 19. മക്കൾ ചുറ്റും ഒന്ന് കണ്ണോടിക്കുക, അവയെ ഒന്ന് വിശകലനം ചെയ്യുക. ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്തെന്ന് ഒന്ന് മനസ്സിലാക്കുക. ലോകത്തിലുള്ള ജനങ്ങൾ ഏതെല്ലാം തരത്തിലാണ് കഷ്ടപ്പെടുന്നത്? അവരുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു സംഭവം അമ്മ ഓർക്കുകയാണ്. ബോംബെയിലുള്ള മക്കൾ പറഞ്ഞറിഞ്ഞതാണ്. ബോംബെയിൽ ഒരു സ്ഥലത്ത് ഒരാൾ ഷുഗറിൻ്റെ അസുഖം കാരണം കാലിൽ ഒരു മുറിവുണ്ടായി. അത് പഴുത്ത് വലിയ വ്രണമായി. ഡോക്ടറെ കാണിച്ചപ്പോൾ ആ കാല് മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് ബാധിക്കും, അത് വലിയ പ്രശ്നം സൃഷ്ടിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ വിഷമിച്ചു. കാല് നഷ്ടപ്പെടുമെന്നുള്ള ദുഃഖം മാത്രമല്ല, ആ ഓപ്പറേഷന് 10,000-15,000 രൂപ വേണ്ടിവരും. പ്രത്യേകിച്ചൊരു സ്ഥിര വരുമാനമില്ലാത്ത മനുഷ്യനാണ്. കിട്ടുന്നത് കുടുംബം പുലർത്താൻ തന്നെ തികയുന്നില്ല. കാലിന് അസുഖം വന്നതിന് ശേഷം പഴയതുപോലെ ജോലിക്ക് പോകുവാനും സാധിക്കുന്നില്ല. ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്ന് വാങ്ങുവാൻ തന്നെ പണമില്ലാതെ വിഷമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഓപ്പറേഷന് പണം കണ്ടെത്തും? അദ്ദേഹം ആകെ വിഷമിച്ചു. ഒരു ദിവസം ആ സാധു റെയിൽവേ പാളയത്തിനടുത്ത് ചെന്നിട്ട് ട്രെയിൻ വരുന്ന സമയം കാൽ പാളത്തിലേക്ക് വെച്ചു കൊടുത്തു. ട്രെയിൻ കയറി ആ കാല് മുറിഞ്ഞു. പക്ഷേ രക്തം വാർന്നൊഴുകി ആൾ മരണത്തിൻ്റെ വക്കിലെത്തി. ആളുകൾ അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിലാക്കി. നടന്ന സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാല് മുറിക്കാൻ പണമില്ല. കാല് മുറിച്ചു മാറ്റാതെ ഈ അസുഖം കാരണം ജീവിക്കാനും കഴിയില്ല. ഓപ്പറേഷന് പണമില്ലാതെ എൻ്റെ മുമ്പിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. മക്കൾ ആ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. ഇന്ന് നമുക്ക് ആശുപത്രിയുണ്ട്. എല്ലാവർക്കും സൗജന്യമായി ചെയ്യുവാൻ പറ്റുന്നില്ലെങ്കിലും പല സാധുക്കൾക്കും അവിടെ സൗജന്യമായി ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ ആശുപത്രി വിട്ടതിന് ശേഷം കഴിക്കേണ്ട മരുന്നുകളുണ്ട്. അത് വാങ്ങുവാൻ പലർക്കും പണമില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു കുറച്ച് ദിവസമെങ്കിലും വിശ്രമിക്കണമെന്ന് പറഞ്ഞതിനാൽ ജോലിക്ക് പോകുവാൻ സാധിക്കുന്നില്ല. ആ കുടുംബങ്ങൾ പട്ടിണി കൊണ്ട് തളർന്നു കിടക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ദുരിതമനുഭവിക്കുന്ന എത്ര കുടുംബങ്ങളെ വേണമെങ്കിലും കാണുവാൻ സാധിക്കും. ഈ സമയം നമ്മൾ ആഡംബരത്തിന് മറ്റും അനാവശ്യ കാര്യങ്ങൾക്കും ചെലവ് ചെയ്യുന്ന പണത്തെക്കുറിച്ച് ഓർക്കുക. അതുണ്ടെങ്കിൽ ഒരു സാധുവിന് മരുന്ന് വാങ്ങുവാൻ കഴിയും. ഒരു കുടുംബത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് മതിയാകും. ഒരു സാധു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് നൽകി അതിൻ്റെ ഭാവി ശോഭനമാക്കുവാൻ സാധിക്കും. ഈ ഒരു മനോഭാവം, പരസ്പരം സ്നേഹിക്കാനും സേവിക്കാനുമുള്ള ഒരു ഭാവം ആണ് നമ്മൾ ആധ്യാത്മികതയിൽ ഉയർത്തിയെടുക്കേണ്ടത്. ഹരി ഓം നമഃ ശിവായ.